ഞാനൊരു കൂവളത്തിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കലാണ്. ഇത് 34 വർഷം മുമ്പുള്ളൊരു എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ, ഇതൊരു തറവാട്ട് വീട്ടിലെ കൂവളാണ്. കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു കുഞ്ഞു തൈയായിരുന്നു. ഇത് വളർന്ന് വലിയതായി ഒരു വലിയ വൃക്ഷമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൂവളത്തിൻ്റെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ശിവപൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കൂവളത്തിൻ്റെ ഇല. ശിവൻ്റെ പൂജയ്ക്കെല്ലാം ഇത് ഏറ്റവും പ്രധാനമായി എടുക്കുന്നുണ്ട്. പൂജാതി കർമ്മങ്ങൾക്കെല്ലാം ഇത് പ്രധാനമായിട്ട് എടുക്കുന്നുണ്ട്. ശിവക്ഷേത്രങ്ങളിലും കാവുകളിലും പൊതുവേ കൂവളം നമ്മൾ കണ്ടുവരുന്നതായി കണ്ടിട്ടുണ്ട്. കൂടാതെ വീടുകളിലും കൂവളം വെച്ച് പിടിപ്പിക്കാറുണ്ട്. കൂവളത്തിൻ്റെ ഒരുപാട് ഔഷധ ഗുണമുണ്ട്. കൂവളത്തിൻ്റെ ഇലയും വേരും തണ്ടും ഔഷധമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഗുണമുള്ളതാണ് കൂവളത്തിൻ്റെ കായ. കൂവളത്തിൻ്റെ കായ നമുക്ക് എംബ്രട്ടോറിയം എ എന്നും എംബ്രട്ടോറിയം ബി എന്നും 2 പദാർത്ഥങ്ങളുണ്ട്. ഉദര രോഗങ്ങൾക്കും കൃഷിനാശകങ്ങളായിട്ടും ഇവ ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ വാതം, പിത്തം, കഫം, വിഷസംഹാരിയായും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രമേഹ രോഗത്തിന് ഇതിൻ്റെ ഇല ഉപയോഗിച്ച് വരുന്നതായി കണ്ടിട്ടുണ്ട്. കൂവളത്തിൻ്റെ ഇലയുടെ ചാറെടുത്ത് എണ്ണയിൽ കാച്ചി ചെവിയിൽ ഒഴിച്ചാൽ ചെവി വേദന മാറുന്നതായി കണ്ടുവരുന്നുണ്ട്. ശിവൻ്റെ കണ്ണുകളെ സൂചിപ്പിക്കുന്നതാണ് ഈ കൂവളത്തിൻ്റെ ഇലകൾ. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു അത്ഭുത പ്രതിഭാസമായി തന്നെ നമുക്ക് കൂവളത്തിൻ്റെ ഇലയെ കാണാൻ പറ്റും. ഇത് 3 ഇതളുള്ള കൂവളത്തിലയാണ്. ഇത് നമ്മൾ പൂജാതി കർമ്മങ്ങൾക്ക്, ശക്തിപൂജ, ഗണപതി ഹോമം, അങ്ങനെ നമ്മളെ വീടുകളിലെല്ലാം ഉപയോഗിച്ച് വരുന്നതായി കണ്ടിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ട് നമ്മൾ കുട്ടിയായിരിക്കുന്നപ്പോൾ ഈ ഗണപതി ഹോമം നടത്തുമ്പോൾ ഇത് വീടുകളിൽ പറിച്ചു കൊണ്ടുപോയി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ 9 ഇതളുള്ളതെന്ന് പറഞ്ഞാൽ അത് ഔഷധ ഗുണമായിട്ടാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. പിന്നെ ഒരു കൂവളം നമ്മൾ വീടുകളിൽ നട്ടുപിടിപ്പിച്ചാൽ പല ഐതിഹ്യമുണ്ട്. ഒരു കൂവളം നമ്മുടെ വീട്ടിൽ നട്ടുപിടിക്കുകയാണെങ്കിൽ അശ്വമേധം നടത്തുന്നതിന് തുല്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ കാശി രാമേശ്വരം ദർശനം നടത്തിയായ ഒരു പുണ്യവും നമുക്ക് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു വീട്ടിൻ്റെ തെക്ക് വടക്കായിട്ട് നമ്മൾ ഒരു കൂവളത്തയ്യെങ്കിലും നട്ടുപിടിപ്പിക്കുക. ശിവഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് കൂവളം. അൾസറിനും ഇത് പ്രധാനമായിട്ട് ഉപയോഗിച്ചായി വരുന്നതായി കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ പത്തില, പിന്നെ തഴുതാമയില 10 തുളസിയില ഇവ കൂട്ടി സമം ചേർത്ത് അരച്ച് ഇതിൻ്റെ നീരെടുത്ത് നമ്മൾ കുമ്പളങ്ങ നീരിൽ ഒരു 2 മാസം തുടർച്ചയായിട്ട് കഴിച്ചാൽ കുടൽപുണ്ണ് അഥവാ അൾസർ മാറിക്കിട്ടിയിട്ടുണ്ട്. എനിക്ക് അൾസർ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി കിട്ടിയതായി കണ്ടിട്ടുണ്ട് എന്നുള്ള ഫലപ്രദമാണിത്. എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. ഈ കൂവളത്തിൻ്റെ വരുന്ന ഒരു വൃക്ഷത്തൈ നടു പ്രാണവായു സംരക്ഷിക്കപ്പെടൂ എന്നാണ് പൊതുവേ പറഞ്ഞു വരുന്നതായി കേട്ടിട്ടുള്ളത്. പിന്നെ എഗ്ലിമെർമലോസ് എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഏറെ ഔഷധ മൂല്യമുള്ള ഔഷധ വൃക്ഷമാണ് നമ്മുടെ കൂവളം. ശിവധ്രുവോ എന്നും കൂടി ഈ കൂവളത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശിവധ്രുവം. ഈ കൂവളത്തിലകൾക്ക് 3-5 വർണ്ണങ്ങൾ ഉണ്ടായിരിക്കും. ഉരുണ്ട് പച്ച നിറമുള്ള കായകൾ പാകമാകുന്നതോടെ ഇതിന് ഒരു ചാര നിറം ഉണ്ടാകുന്നുണ്ട്. കൂവളത്തിൻ്റെ വേരിൽ തൊലി, ഇല, ഫലം തുടങ്ങിയ ഭാഗങ്ങൾ ഔഷധമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. കഫം, വാതം, പിത്തം, പ്രമേഹം, അതിസാരം എന്നിവയ്ക്ക് മികച്ച ഒരു ഔഷധമായി ഈ കൂവളത്തിൻ്റെ ഇലയെ നമ്മൾ ഉപയോഗിച്ച് വരുന്നതായി കണ്ടിട്ടുണ്ട്. പിന്നെ ആയുർവേദ വിധി പ്രകാരമുള്ള വില്യാതി ലേഹ്യം, വില്യാതി ഗുളിക എന്നിവ ഉപയോഗിക്കാനും ഈ കൂവളത്തിൻ്റെ ഇല ഉപയോഗിച്ച് വരുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ എൻ്റെ വീഡിയോയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.